അല്ലാഹുവേ തൃപ്പൂണിത്തറയിൽ നടന്ന സംഭവം നമ്മൾ ഓരോരുത്തരും കണ്ടതാണല്ലോ. അല്ലാഹുവേ തന്റെ ജീവിത മാർഗമായ സൈക്കിളിൽ കൊണ്ടുപോയി നടന്നുകൊണ്ട് ചായ കച്ചവടം ചെയ്യുന്ന ഷാജി എന്ന് പറയുന്ന ചെറുപ്പക്കാർ, അല്ലാഹുവേ തന്റെ മുന്നിലതാ ഒരു സഹോദരി അപകടപ്പെട്ട് കിടക്കുമ്പോൾ അല്ലാഹുവേ ഉടുവസ്ത്രം അവിടുന്ന് ഊരി പോവുകയാണ്. ആ പൊന്നു സ്ത്രീയുടേതായ ഉടുവസ്ത്രം അവിടുന്ന് ഊരി പോകുമ്പോൾ ഈ ഷാജി എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ തന്റെ ജീവിത മാർഗം പോലും വഴിയിൽ ഉപേക്ഷിച്ചുകൊണ്ട് ആ സ്ത്രീയുടെ മുന്നിൽ, സഹോദരിയുടെ മുന്നിലേക്ക് ഓടി പോവുകയാണ്. അവിടെ ചെന്നുകൊണ്ട് രക്ഷിക്കാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ ആ സ്ത്രീയുടേതായ വസ്ത്രം അവിടുന്ന് ഉരിഞ്ഞു പോയിരിക്കുന്നു. നഗ്നയായിട്ട് അവിടുന്ന് കിടക്കുമ്പോൾ ഷാജി എന്ന് പറയുന്ന മനസ്സിന്റെ ഉടമയുണ്ടല്ലോ, തന്റേതായ നഗ്നത പോലും വെളിവാക്കിയിട്ടു തന്റെ മുണ്ടവിടുന്ന് ഊരിയെടുക്കുകയാണ്. തന്റെ അഭിമാനം അവിടുന്ന് നോക്കിയില്ലോ, തന്റെ ചുറ്റുപാടുമുള്ളവരും അവിടുന്ന് കളിയാക്കുമെന്ന് ശ്രദ്ധിച്ചില്ലോ. അവിടുന്ന് തന്റെ മുണ്ടവിടുന്ന് ഊരിയെടുത്തുകൊണ്ട് ആ സഹോദരിയെ പുതപ്പിക്കുകയാണ്. ആ സഹോദരിയുടേതായ നഗ്നത അവിടുന്ന് മറച്ചു കൊടുത്തുകൊണ്ട് രക്ഷപ്പെടുത്തുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ, ഈ കേരളത്തിൽ ഒരുപാട് കാര്യങ്ങൾ അവിടുന്ന് നടക്കുമ്പോൾ പലരുടെയും അഭിമാനം ചൂഷണം ചെയ്യപ്പെടുമ്പോൾ ഇങ്ങനെ അല്ലാഹുവേ മാനം രക്ഷിക്കുന്ന ഒരുപാട് കാരുണ്യത്തിന്റെ ഉടമകളുണ്ടല്ലോ. അല്ലാഹുവേ ഇങ്ങനെ ഒരുപാട് മനുഷ്യന്മാര് നമ്മുടെ ഇടയിൽ അവിടുന്ന് ജീവിച്ചു പോകുമ്പോൾ കണ്ടുപിടിക്കണമടാ ചെറുപ്പക്കാരോ, കണ്ടുപിടിക്കണമടാ പൊന്നുമോരെ. അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ഓരോ മനുഷ്യന്റെയും അഭിമാനമുണ്ട്, മാനമുണ്ട്, അവരുടേതായ സ്വകാര്യ ജീവിതമുണ്ട്. അതിലൊരിക്കലും നിങ്ങൾ കൈകടത്താൻ പാടില്ല, ഒരാളെയും നിങ്ങൾ അപമാനപ്പെടുത്താൻ പാടില്ല. അവരുടേതായ ഒരാളുടെയും മാനത്തിന് ക്ഷതം വരുന്ന രൂപത്തിൽ നിങ്ങൾ ഒരിക്കലും ജീവിതത്തിൽ ഒരിക്കലും നിങ്ങൾ പ്രവർത്തിക്കരുത് എന്ന് അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുമ്പോൾ മഹാനായ ദർദാ റളിയല്ലാഹു തആല അൻഹു അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല, അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാണ്, മൻ റദ്ദ നിർദ അഖീ റദ്ദല്ലാഹു അൻ വജ്ഹിൻ നാർ യൗമൽ ഖിയാമ. അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാണ്, ആരെങ്കിലും തന്റെ സഹോദരന്റെ അഭിമാനത്തെ സംരക്ഷിച്ചാൽ അല്ലാഹുവേ അന്ത്യദിനത്തിൽ അല്ലാഹുവിന്റെ മുഖത്തെ നരകാഗ്നിയിൽ നിന്ന് രക്ഷപ്പെടുത്തുമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഓരോ മനുഷ്യനും നമുക്ക് വളരെ കടമപ്പെട്ടവരാണ്, ഓരോ വ്യക്തികളും നമുക്ക് അവിടുന്ന് കടമപ്പെട്ടവരാണ്. അല്ലാഹുവേ, ഫേസ്ബുക്കിൽ കൂടി ഇൻസ്റ്റഗ്രാമിൽ കൂടി ഓരോരുത്തരെയും നമ്മൾ അപമാനിച്ചു കൊണ്ടിരിക്കുമ്പോൾ, അപമാനത്തിന്റെ വാർത്തകൾ നമ്മൾ അവിടെ നിന്ന് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അല്ലാഹുവേ, 800ഓളം 1000ഓളം വരുന്ന സഹോദരിമാർ അവരുടേതായ ചിത്രമെടുത്തുകൊണ്ട് നഗ്നയാക്കിയിട്ട് ഓരോരുത്തരും കച്ചവടം ചെയ്യുന്നവരോ നമ്മുടെ ഇടയിൽ അവിടുന്ന് ജീവിച്ചു പോകുമ്പോൾ, നമ്മുടെ ഇടയിൽ അവിടുന്ന് ജീവിച്ചു പോകുമ്പോൾ ഓരോരുത്തരുടെയും അഭിമാനവും അവരുടെ ജീവിതവും നഷ്ടപ്പെടുത്തുന്നവരോ നമ്മുടെ ഇടയിൽ അവിടുന്ന് ജീവിച്ചു പോകുമ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാണ്, സഹാബാ, ഒരാളുടെയും അഭിമാനത്തിൽ നിങ്ങൾ കൈവച്ചു പോകല്ലോ, ഒരാളെയും നിങ്ങൾ നാണം കെടുത്തി പോകല്ലോ, ഒരാളെയും നിങ്ങൾ മാനം കെടുത്തി പോകല്ലോ. അല്ലാഹുവേ, തൃപ്പൂണിത്തറയിൽ നടന്ന സംഭവം നമ്മൾ ഓരോരുത്തരും കണ്ടതാണല്ലോ. അല്ലാഹുവേ തന്റെ ജീവിത മാർഗമായ സൈക്കിളിൽ കൊണ്ടുപോയി നടന്നുകൊണ്ട് ചായ കച്ചവടം ചെയ്യുന്ന ഷാജി എന്ന് പറയുന്ന ചെറുപ്പക്കാർ, അല്ലാഹുവേ തന്റെ മുന്നിലതാ ഒരു സഹോദരി അപകടപ്പെട്ട് കിടക്കുമ്പോൾ അല്ലാഹുവേ ഉടുവസ്ത്രം അവിടുന്ന് ഊരി പോവുകയാണ്. ആ പൊന്നു സ്ത്രീയുടേതായ ഉടുവസ്ത്രം അവിടുന്ന് ഊരി പോകുമ്പോൾ ഈ ഷാജി എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ തന്റെ ജീവിത മാർഗം പോലും വഴിയിൽ ഉപേക്ഷിച്ചുകൊണ്ട് ആ സ്ത്രീയുടെ മുന്നിൽ, സഹോദരിയുടെ മുന്നിലേക്ക് ഓടി പോവുകയാണ്. അവിടെ ചെന്നുകൊണ്ട് രക്ഷിക്കാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ ആ സ്ത്രീയുടേതായ വസ്ത്രം അവിടുന്ന് ഉരിഞ്ഞു പോയിരിക്കുന്നു. നഗ്നയായി
അങ്ങനെയായിട്ട് അവിടുന്ന് കിടക്കുമ്പോൾ ഷാജി എന്ന് പറയുന്ന മനസ്സിന്റെ ഉടമയുണ്ടല്ലോ, തന്റേതായ നഗ്നത പോലും വെളിവാക്കിയിട്ടു തന്റെ മുണ്ടവിടുന്ന് ഊരിയെടുക്കുകയാണ്. തന്റെ അഭിമാനം അവിടുന്ന് നോക്കിയില്ലോ, തന്റെ ചുറ്റുപാടുമുള്ളവരും അവിടുന്ന് കളിയാക്കുമെന്ന് ശ്രദ്ധിച്ചില്ലോ. അവിടുന്ന് തന്റെ മുണ്ടവിടുന്ന് ഊരിയെടുത്തുകൊണ്ട് ആ സഹോദരിയെ പുതപ്പിക്കുകയാണ്. ആ സഹോദരിയുടേതായ നഗ്നത അവിടുന്ന് മറച്ചു കൊടുത്തുകൊണ്ട് രക്ഷപ്പെടുത്തുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ, ഈ കേരളത്തിൽ ഒരുപാട് കാര്യങ്ങൾ അവിടുന്ന് നടക്കുമ്പോൾ, പലരുടെയും അഭിമാനം ചൂഷണം ചെയ്യപ്പെടുമ്പോൾ, ഇങ്ങനെ അല്ലാഹുവേ മാനം രക്ഷിക്കുന്ന ഒരുപാട് കാരുണ്യത്തിന്റെ ഉടമകളുണ്ടല്ലോ. അല്ലാഹുവേ, ഇങ്ങനെ ഒരുപാട് മനുഷ്യന്മാര് നമ്മുടെ ഇടയിൽ അവിടുന്ന് ജീവിച്ചു പോകുമ്പോൾ കണ്ടുപിടിക്കണമടാ ചെറുപ്പക്കാരോ, കണ്ടുപിടിക്കണമടാ പൊന്നുമോരെ. അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാണ്, അതാണോ മനുഷ്യത്വം എന്ന് പറയുന്നത്, അതിനാണോ മനുഷ്യത്വം എന്ന് പറയുന്നത്. അല്ലാഹുവേ, നമ്മൾ അവരുടേതായ രൂപഭംഗി കണ്ടുകൊണ്ട് ഒരിക്കലും ഒരാളെയും നമ്മൾ വിലയിരുത്തരുത്, ഒരാളുടെയും ശരീരഭംഗി കണ്ടുകൊണ്ട് വിലയിരുത്തരുത്. അല്ലാഹുവേ, വലിയ വിലപിടിപ്പുള്ളതായ വാഹനത്തിൽ പോകുന്നവരെ നമുക്ക് കാണാൻ കഴിയുമടോ. എന്നാൽ സൈക്കിൾ ചവിട്ടി വന്നിരിക്കുന്ന ഷാജിയുണ്ടല്ലോ, ആ മനുഷ്യനെ കണ്ടാൽ ആരും അവിടുന്ന് ശ്രദ്ധിക്കുകയില്ലോ. അദ്ദേഹം വലിയ VIP ഒന്നുമല്ലോ, പാവപ്പെട്ടവനാണോ. പാവപ്പെട്ടവനായ ഷാജി എന്ന് പറയുന്ന മനുഷ്യരോ, അവന്റെ ഉള്ളിൽ കാരുണ്യത്തിന്റെ നിറകുടമാണ്. ഒരിക്കലും ഒരു പെണ്ണ് പോലും അപമാനിക്കപ്പെട്ടു പോകരുത്. അങ്ങനെ വേണവടാ ചെറുപ്പക്കാരോ. അങ്ങനെ ഉള്ളവരുണ്ടാകുമ്പോഴാണ് ഈ കേരളം ഒരു സ്വർഗമായി മാറുന്നത്, നമ്മുടെ നാടവിടുന്ന സ്വർഗമായി മാറുന്നത്. സുബ്ഹാനല്ലാഹ്. അല്ലാഹുവിന്റെ പ്രവാചകർ 1400 വർഷങ്ങൾക്ക് മുമ്പ് അല്ലാഹുവിന്റെ പ്രവാചകർ സ്വഹാബത്തിനോട് അവിടുന്ന് പറയുകയാണ്, സഹാബത്ത്, ഒരു പെണ്ണിനെയും നിങ്ങൾ അപമാനിച്ചു പോകരുത് സഹാബ. ഒരു പെണ്ണിനെയും നിങ്ങൾ അപമാനിച്ചു പോകരുത്, ഒരു പെണ്ണിനോട് മോശമായി സംസാരിക്കരുത്. അവരുടേതായ അപമാനം അല്ലാഹുവിന്റെ മാനത്തിന് നിങ്ങൾ വില കൊടുക്കണേ എന്ന് അല്ലാഹുവിന്റെ പ്രവാചകർ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുമ്പോൾ, എന്റെ പ്രിയപ്പെട്ടവരെ, പെണ്ണുങ്ങളെ മാത്രമല്ല ആണുങ്ങളെ കുറിച്ചും അവിടുന്ന് പറഞ്ഞിരിക്കുകയാണ്. ഒരാളെയും നിങ്ങൾ അപമാനിക്കരുത്, ആരുടെയും മുന്നിൽ വെച്ചുകൊണ്ട് നിങ്ങളെ കളിയാക്കരുത്. അല്ലാഹുവേ, നമുക്ക് പലപ്പോഴും ഉണ്ടാകുന്ന സ്വഭാവം എന്താണെന്നറിയുമോ? നമ്മളെക്കാളും കുറഞ്ഞ ആൾക്കാരെ കാണുമ്പോൾ, സൗന്ദര്യത്തിലും സമ്പത്തിലും നമ്മളെക്കാൾ കുറഞ്ഞ ആൾക്കാരെ കാണുമ്പോൾ മനുഷ്യന്മാരുടെ മുന്നിൽ വെച്ചുകൊണ്ട് നമ്മൾ കളിയാക്കാറുണ്ടല്ലോ. എന്നാൽ അല്ലാഹുവേ, അവിടുന്ന് മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലഘട്ടത്തിൽ ആ ഒരു സംഭവം അവിടുന്ന് നടക്കുകയാണ്. അല്ലാഹുവേ, ഈജിപ്തിന്റെ ഗവർണറായ അംർ ബിൻ ആസ് റളിയല്ലാഹു തആല അൻഹു, ഈജിപ്തിന്റെ ഗവർണറായി കൊണ്ട് അംർ ബിൻ ആസ് റളിയല്ലാഹു തആല അൻഹുവിനെ മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പറഞ്ഞു വിടുമ്പോൾ, എന്റെ പ്രിയപ്പെട്ടവരെ, അവിടുന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് മഹാനായ അംർ ബിൻ ആസ് റളിയല്ലാഹു തആല അൻഹു ഈജിപ്തിന്റെ ഭരണാധികാരിയാണ്, അവിടുത്തെ ഗവർണറാണ്. ആ സമയത്ത് അംർ ബിൻ ആസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മകനുണ്ടല്ലോ, ആ നാട്ടിലുള്ളതായ പാവങ്ങളുമായിട്ട് ഒരു കുതിര സവാരി നടത്തുകയാണ്. കുതിര ഓട്ടം അവിടുന്ന് നടത്തുമ്പോൾ സുബ്ഹാനല്ലാഹ്, ആ മകൻ അവിടുന്ന് തോറ്റുപോവുകയാണ്. അതിൻ്റെതായ വിഷമത്തില് ആ നാട്ടിലുള്ളതായ ഒരു പാവപ്പെട്ടവനായ മനുഷ്യൻ്റെതായ ചെകിട്ടത്തേക്ക് അടിച്ചു കൊടുക്കുകയോ, എടാ നീ എന്നെ അപമാനിക്കാമെന്നവനാണോ എന്ന് പറഞ്ഞുകൊണ്ട് അംർ ബിൻ ആസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മകൻ അവിടുന്ന് അടിക്കുമ്പോൾ, എന്റെ പ്രിയപ്പെട്ടവരെ, അടികൊണ്ട് മനുഷ്യനതാ കടന്നു വരികയാണ്, മദീനത്തേക്ക് യാത്ര ചെയ്തുകൊണ്ട് വരികയാണ്. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മുന്നിലേക്ക് വന്നിട്ട്, യാ അമീറൽ മുഅ്മിനീൻ,
എനിക്കൊരു സങ്കട വാർത്ത പറയാനുണ്ട് അമീറുൽ മുഅ്മിനീൻ മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനോട് പെടുന്ന പറയുകയാണ്. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിച്ച് മനസ്സിലാക്കി, അംർ ബിൻ ആസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ പുന്നമകനുണ്ടല്ലോ, ഞങ്ങൾ കുതിര മത്സരം നടത്തിയപ്പോൾ ആ മത്സരത്തിൽ അദ്ദേഹം തോറ്റതിന്റെ പേരിന് ദേഷ്യം പിടിച്ചുകൊണ്ട് എന്നെ കർണത്തടിക്കുകയുണ്ടായി. എനിക്ക് വല്ലാത്ത വേദനിച്ചു. മാത്രമല്ല ചുറ്റുപാട് നിന്ന ജനങ്ങളെ മുഴുവനും എന്നെ കളിയാക്കി ചിരിക്കുകയാണ്. എന്റെ മനസ്സിന് വല്ലാത്ത വേദനയാണ്, മാറുന്നില്ല. രാത്രി മുഴുവനും കിടന്നിട്ട് എനിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അംർ ബിൻ ആസ് റളിയല്ലാഹു തആല അൻഹുവിനെ മദീനത്തേക്ക് വിളിപ്പിക്കുകയാണ്. അംർ ബിൻ ആസ് റളിയല്ലാഹു തആല അൻഹുവിനെ മദീനത്തേക്ക് വിളിപ്പിക്കുകയാണ്. അംറേ, നിന്റെ കുടുംബമടക്കം മദീനത്തിന്റെ മുന്നിൽ വന്നുകൊണ്ട് ഹാജരാവുക. അംർ ബിൻ ആസ് റളിയല്ലാഹു തആല അൻഹു കുടുംബവും അവിടുന്ന് കടന്നു വന്നു. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിലേക്ക് വന്നു. അവിടുന്ന് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുമ്പോൾ അംറേ, നിന്റെ മകനതായി ഈ ചെറുപ്പക്കാരനെ അടിച്ചിരിക്കുകയാണ്, അതുകൊണ്ട് തിരിച്ചടിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവേ, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ആ ചെറുപ്പക്കാരനോട് പറയുകയാണ്, അവന്റെ മുഖത്തടിക്ക്, നീ അവന്റെ മുഖത്തടിക്ക്, നിന്റെ മുഖത്തടിച്ചതുപോലെ അവന്റെ മുഖത്തടിക്ക് എന്ന് പറയുമ്പോൾ അല്ലാഹുവേ തിരിച്ചടി കൊടുക്കുകയാണ്. എന്നിട്ട് അതാ അംർ ബിൻ ആസ് റളിയല്ലാഹു തആല അൻഹുവിനോട് പറയുകയാണ്, അംറേ, നമ്മളെല്ലാവരും മുസ്ലിമീങ്ങളല്ലേ, അല്ലാഹുവിനെ വിശ്വസിക്കുന്നവരല്ലേ, അല്ലാഹുവിന്റെ പുന്നാര നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണിച്ചു തന്ന ജീവിതം അവിടുന്ന് മറന്നുപോയോ? അതുകൊണ്ടൊരു മനുഷ്യനെ പോലും നിങ്ങൾ അപമാനിച്ചു പോകരുത്. നിങ്ങൾ ആ സ്ഥാനത്തിന് അർഹനല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈജിപ്തിന്റെ ഗവർണർ സ്ഥാനം പോലും അവിടുന്ന് മാറ്റിയെന്ന ചരിത്രം പഠിപ്പിക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ, ഒരാളെയും നമ്മൾ അപമാനിക്കാൻ പാടുള്ളതല്ലോ. അതുകൊണ്ടാണ് പരിശുദ്ധമായ ഖുർആനിൽ അവിടുന്ന് പറയുകയാണ്, ലാ തദ്ഖുലൂ ബുയൂതൻ ഗൈറ ബുയൂതികും ഹത്താ തസ്തഅനിസൂ വതുസല്ലിമൂ അലാ അഹ്ലിഹാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ അവിടുന്ന് പറയുകയാണ്, ഒരാളുടെയും വീട്ടിലേക്ക് നിങ്ങൾ ഇടിച്ചു കയറി പോകല്ലോ. ഒരാളുടെയും വീട്ടിലേക്ക്, അന്യ ആൾക്കാരുടെ വീട്ടിലേക്ക് പോലും നിങ്ങൾ, ഒരാളുടെയും കൂട്ടുകാരുടെ ആകട്ടെ, അല്ലാഹുവേ മാമാന്റെ ആകട്ടെ, കൊച്ചാപ്പാന്റെ ആകട്ടെ, ഒരാളുടെയും വീട്ടിലേക്ക് നിങ്ങൾ അനുവാദമില്ലാതെ കയറി പോകല്ലോ. അല്ലാഹുവിന്റെ പ്രഖ്യാപനമാണ്. കാരണം അവിടെ സ്ത്രീകളുള്ളവരാണ്, അവിടെ അല്ലാഹുവേ പെൺമക്കളുള്ളവരാണ്. അവര് ചിലപ്പോ പുറത്ത് മറയ്ക്കാതെ കണ്ടിരിക്കുകയായിരിക്കും. നീ അതുകൊണ്ടൊരിക്കലും ആ വീട്ടിലേക്ക് ഓടിച്ചാടി അങ്ങോട്ട് കയറി പോകരുത്. അതവർക്ക് ബുദ്ധിമുട്ടാണ്, അവരുടെ മാനം പോലും നഷ്ടപ്പെട്ടു പോകുന്ന കാര്യമാണ്. അതുകൊണ്ട് നീ അനുവാദം ചോദിക്കാതെ കണ്ടൊരു വീട്ടിലേക്ക് കയറി പോകില്ലേ എന്നോ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഈമാൻ നൽകുമാറാകട്ടെ. മാനത്തിന് അത്രത്തോളം വിലയുണ്ട്, മാനത്തിന് അത്രത്തോളം വിലയുണ്ട്. ഒരാളുടെയും മാനം വാട്സപ്പില് ഫേസ്ബുക്കില് ഓരോരുത്തരിങ്ങനെ മെസ്സേജ് അയക്കല്ലേ, എന്നിട്ട് ഫോട്ടോ എടുത്തിട്ട് മോർഫ് ചെയ്തിട്ട് നഗ്നാക്കിട്ട് വിടുക. അല്ലാഹു, നമ്മുടെ എന്തൊരു കാലത്തിലാണ്, ഏത് കാലത്തിലാണ്, ഏത് അവസ്ഥയിലാണ് നമ്മൾ ജീവിച്ചു പോകുന്നത്. വല്ലാതെ പേടിക്കണം എന്റെ പ്രിയപ്പെട്ടവരെ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ.